സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന തീരുമാനത്തിന് പിന്നിൽ വമ്പൻ അഴിമതിയുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അഴിമതി വാഴ്ചയുടെ നഗ്നരൂപമാണ് ഈ തീരുമാനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് മുൻ എക്സൈസ് മന്ത്രി MB രാജേഷ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. വാചക കസരത്ത് കൊണ്ടോ നുണ കൊണ്ടോ തുന്നിയ ചേല കൊണ്ടോ ഈ അഴിമതിയുടെ നാണം മറയ്ക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്ന് MB രാജേഷ് ആരോപിച്ചു. മദ്യക്കുത്തകൾക്ക് ലാഭം കൊയ്യാനായി നികുതി ഇളവ് നൽകിയ തീരുമാനത്തോടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് മുൻപിൽ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വെറുമൊരു അഴിമതി ആരോപണമല്ല LDF ഉന്നയിക്കുന്നത്, മറിച്ച് മറുപടി കൃത്യമായി പറയേണ്ടി വരുന്ന മൂർച്ചയേറിയ ചോദ്യങ്ങളാണ്. ഭരണകക്ഷിയെയും മുഖ്യമന്ത്രിയെയും അക്ഷരാർത്ഥത്തിൽ മുനയിൽ നിർത്തുന്ന ചോദ്യങ്ങളുമായി ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ പ്രത്യേക ലേഖനത്തിലൂടെയാണ് മുൻ എക്സൈസ് മന്ത്രി MV രാജേഷ് രംഗത്തെത്തിയിരിക്കുന്നത്. കൃത്യം 15 ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി വി ഡി സതീശന് നേരെ അദ്ദേഹം എറിഞ്ഞു കൊടുത്തിരിക്കുന്നത്. പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ മദ്യനികുതി ഇളവിന് പിന്നിൽ നടന്ന അണിയറ നീക്കങ്ങളുടെ ദുരൂഹതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രധാന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പ്രശസ്ത മദ്യക്കമ്പനിയായ ബക്കാടി സമർപ്പിച്ച അപേക്ഷയിൽ ഇത്രയധികം അതിവേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടത് എന്തിന്? മുഖ്യമന്ത്രി സംബന്ധിച്ച അതീവ നിർണായകരമായ ഫയൽ 24 ദിവസത്തോളം മുഖ്യമന്ത്രിയുടെ കൈവശം ഉണ്ടായിരുന്നിട്ടും നികുതി നിർദ്ദേശം വെക്കുന്നതുവരെ ഇത് എന്തുകൊണ്ട് കോൺഗ്രസിലോ UDF വേദികളിലോ ചർച്ചയ്ക്ക് വെച്ചില്ല? മുന്നണിയിലോ സ്വന്തം പാർട്ടിയിലോ യാതൊരുവിധ ചർച്ചയും നടത്താതെ ഇത്രയും വലിയ നികുതി നിർണയം നടത്തിയത് ആരെ സഹായിക്കാനാണ്? ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തത് തന്നെയല്ലേ ഇതിലെ ഏറ്റവും വലിയ ദുരൂഹത? മദ്യക്കുത്തകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭം കൊയ്യാനുള്ള അവസരം ഒരുക്കലാണ് UDF സർക്കാർ ചെയ്യുന്നതെന്നാണ് CPIM ശക്തമായി ആക്ഷേപിക്കുന്നത്. ചട്ടം കൊണ്ടുവന്നതോ അതോ നികുതി നിശ്ചയിച്ചതോ അഴിമതി? ഇതിൽ കൃത്യമായ നടപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. കൂടാതെ ഈ വിഷയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ച നിലപാടുകളിൽ എന്താണ് തെറ്റുള്ളതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കേവലം ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറം കൃത്യമായ ഫയൽ നീക്കങ്ങളെ മുൻനിർത്തിയാണ് MB രാജേഷ് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്നത്. വാചക കസരത്ത് കൊണ്ടോ നുണ കൊണ്ട് തുന്നിയ ചേല കൊണ്ടോ ഈ വൻ അഴിമതിയുടെ നാണം മറയ്ക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഈ 15 ചോദ്യങ്ങൾക്ക് മുൻപിൽ മുഖ്യമന്ത്രിക്ക് ഇനി എത്ര നാൾ മൗനം പാലിക്കാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മദ്യനികുതി ഇളവ് വിവാദത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ കടുത്ത സാമ്പത്തിക കോർപ്പറേറ്റ് ആരോപണങ്ങൾ പുറത്തു വന്നത്. കേവലം ഒരു രാഷ്ട്രീയ തർക്കത്തിനപ്പുറം സംസ്ഥാനത്തെ കർഷകരെ പിന്നിൽ നിന്ന് കുത്തുന്ന വലിയൊരു കോർപ്പറേറ്റ് ഡീലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ UDF സർക്കാർ നടത്തുന്നതെന്നാണ് തോമസ് ഐസക് ആരോപിക്കുന്നത്. വരുന്ന ധനബില്ലിലൂടെ മദ്യക്കുത്തകൾക്ക് വഴിവിട്ട രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കി കൊടുക്കാനാണ് സർക്കാർ നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ നികുതി ഇളവ് കേരളത്തിലെ കൃഷിക്കാരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണെന്ന് തോമസ് ഐസക് തുറന്നടിച്ചു. ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആക്ഷേപങ്ങൾ കൃത്യമായ മറുപടിയും അതോടൊപ്പം ശക്തമായ തിരിച്ചു നൽകലുമാണ് തോമസ് ഐസക് നടത്തുന്നത്. ആഗോള മദ്യഭീമനായ ബക്കാടി കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് LDF സർക്കാരാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. കുറഞ്ഞ വീര്യമുള്ള മദ്യത്തിന് കൃത്യമായി നികുതി ഘടന നിശ്ചയിക്കാത്തത് കൊണ്ട് മാത്രമാണ് ബക്കാടി കമ്പനിക്ക് ഇതുവരെയും കേരള വിപണിയിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നത്. ആ ഒരു സാങ്കേതിക തടസ്സമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ടിടപെട്ട് ധനബില്ലിലൂടെ എടുത്തു മാറ്റിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല നിലവിലത്തെ എക്സൈസ് മന്ത്രി M ലിജുവിനെതിരെയും കടുത്ത ഭാഷയിലാണ് മുൻ ധനമന്ത്രി പ്രതികരിച്ചത്. CPI ഉന്നയിക്കുന്ന ഈ കോർപ്പറേറ്റ് അഴിമതി ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഭരണകക്ഷിയായ UDF-നുള്ളിൽ ഇന്നും ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നത്. ജൂലൈ 1 ധനബില്ല് സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം മാത്രം UDF യോഗം വിളിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പുകച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. വരുന്ന ജൂലൈ 1 ധനബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത്. ഇതിനുശേഷം മാത്രമായിരിക്കും UDF യോഗം ചേരുക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ ഈ വിഷയം KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. വിവാദങ്ങൾ ശക്തമാകുന്നതിനിടയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം കേട്ട് സന്തുലിതമായ മദ്യനയമേ നടപ്പിലാക്കുമെന്ന് എക്സൈസ് മന്ത്രി M ലിജു വ്യക്തമാക്കിയിട്ടുണ്ട്. മദ്യനയം തീരുമാനിക്കേണ്ടത് UDF ആണെന്നും വ്യക്തിപരമായി താൻ മദ്യത്തിനെതിരാണെന്നും നയരൂപീകരണത്തിൽ വ്യക്തമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.